ഇറാന്റെ മിസൈൽ പ്രഹരശേഷിക്ക് മുന്നിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെ സകല പ്രതിരോധ സംവിധാനങ്ങളും പരാജയപ്പെട്ടത് യുദ്ധമുഖത്ത് നമ്മൾ കണ്ടതാണ്. ഇറാനുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഗസ പോലെ തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയിലേക്ക് ഇസ്രയേൽ പോയപ്പോഴാണ് വെടിനിർത്തലിന് വേണ്ടി അമേരിക്ക തന്നെ മുന്നിട്ടിറങ്ങിയത്. അമേരിക്കൻ സൈനിക താവളത്തിൽ ഇറാന്റെ മിസൈൽ വീഴുക കൂടി ചെയ്തതോടെ സാക്ഷാൽ ട്രംപിന് തന്നെ ഇറാനുമായിട്ടുള്ള സന്ധി സംഭാഷണത്തിന് ഇറങ്ങേണ്ടി വന്നതും ലോകം കണ്ട കാഴ്ചയാണ്. അന്നൊരു കാര്യം മനസ്സിലായി: ഇറാനെ തോൽപ്പിക്കാൻ അമേരിക്ക ഇസ്രയേലിനോ ഒരു കാലത്തും കഴിയില്ല. ഖത്തർ ഭരണകൂടത്തെ മുൻകൂട്ടി അറിയിക്കാതെയും വീര്യം കൂടിയ മിസൈലുകളും ഇറാൻ അമേരിക്കൻ താവളങ്ങളിലേക്ക് പ്രയോഗിച്ചത് വൻ പ്രഹരമായിരുന്നു അന്ന് ഏൽപ്പിച്ചത്. അതിൽ തന്നെയാണ് അമേരിക്ക വീണ്ടുപോയതും. ഇത് വല്ലാണ്ട് ബെഞ്ചമിൻ നെതന്യാഹുവിനും തലവേദനയായിരുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ബെഞ്ചമിൻ നെതന്യാഹു കൂടെ നിൽക്കുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അന്ന് നിന്നില്ല. അമേരിക്കയിലേക്ക് മിസൈലുകൾ തൊടുത്തുവിട്ടപ്പോൾ വലിയൊരു സൂചനയും കൂടി ഇറാൻ ഇസ്രയേലിന് നൽകിയിരുന്നു: ഒരു കാലത്തും ഞങ്ങളെ തൊടാനാകില്ല എന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പലസ്തീനെ ഒറ്റപ്പെടുത്തുമ്പോഴും അമേരിക്കയ്ക്കും അല്ലെങ്കിൽ ഇസ്രയേലിനും നേരെ ഇറാനും റഷ്യയും ഒന്നിച്ചു നിൽക്കുന്നതും അറബ് രാജ്യങ്ങൾ ഫലസ്തീനെ രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നതും.